എന്താ പറഞ്ഞേന്ന്? ഇത്രയും മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഭ്രാന്തിയാക്കിയത്? മാഡം ഒരു ഗുളിക കഴിക്കുന്ന ഞാൻ കണ്ടതാ. അത് മാനസിക പ്രശ്നങ്ങൾ കഴിക്കുന്നതല്ലേ? ഇതോ പ്രഷറിന്റെ ലിസ്റ്റ് പേപ്പറിൽ എന്നാണോ തനിക്ക് ഭ്രാന്തിന് ഗുളിയായത്? താന്റെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഭ്രാന്തിന്ന് വിളിച്ചില്ലേ? തനിക്ക് ഞാൻ ആരാന്നറിയോ? ഐ ആം എ ഡോക്ടർ, ഡോക്ടർ ജാനകി ഗണേഷ്. കുറ്റം ചെയ്ത ഒരാളത് ഏറ്റു പറയാൻ വരുമ്പോൾ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെ പ്രഷർ ഷൂട്ടപ്പ് ചെയ്തു. ശരിയാണ്, ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ ഓഫീസർ എന്തൊക്കെയോ മുൻവിധികളോട് കൂടിയിട്ടാണ് എന്നോട് പെരുമാറുന്നത്. ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടും മറവ് ചെയ്ത സ്ഥലം കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് പോലും പരിശോധിക്കാൻ ഇതുവരെ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, നിങ്ങൾ ആരെയാണ് കൊന്നത്? മാഡം, എന്തിനു വേണ്ടിയാണ് കൊന്നത്? ഞാനെല്ലാം പോലീസിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാൻ വയ്യ. പ്ലീസ്. സാറേ, ഞാൻ ആ പയ്യന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. ആ വീട്ടിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഫാം ഹൗസിലേക്കൊന്ന് പറഞ്ഞ് പോയതാണ്. ഫാം ഹൗസിൽ അന്വേഷിച്ചപ്പോ 2-3 ദിവസം മുമ്പ് ഒരു പെണ്ണ് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ പെണ്ണ് വന്ന കാർ ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. ഒരു ജാനകിയുടെ പേരിലുള്ള കാറാണ്. എന്തായാലും പയ്യന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മിസ്സിംഗ് കൺഫേം ആണെന്നാണ് സാർ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാൻ അവനെ കൊന്നതാ. വണ്ടി എടുക്കണോ? ഹലോ. ഇല്ലില്ല, ലൊക്കേഷനിലോട്ട് ചെല്ലുന്നേ ഉള്ളൂ. അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ചെന്നിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ചെന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ഇതെന്താ വല്ല തീപിടുത്തുണ്ടായോ? ഇത് തീ അണയ്ക്കുന്നവരല്ല, പിടിപ്പിക്കുന്നവരാ. ഇത് പിടിച്ചേ. പോരാ. ജീപ്പിൽ കാറ്റാണോ ഷാജോടാ? അതെ, ഞാനുണ്ട്. കേറ്. അവിടെ സാറേ. ആളുകളൊക്കെ ഒന്ന് പുറകോട്ട്. ആ പെണ്ണ് പറയുന്ന കള്ളമാണ്. ഇത് വല്ലതും പറയൂ? ഡോക്ടർ ഉറപ്പാ. ചേട്ടാ, എന്താ സംഭവം? വല്ല കഞ്ചാവണാ? എന്നാ കൊള്ളായിരുന്നു ചേട്ടാ. അവിടെ പെണ്ണുണ്ടല്ലോ, അവിടെ ആരും കൊന്നു കുഴിച്ചിട്ട് പോകുന്നു. കൊന്നോ? വാ. ഇവിടെ എത്തിയപ്പോഴേക്കും അവന് കാര്യം മനസ്സിലായി സാറേ. അവനെ ഓടാൻ ശ്രമിച്ചു. അതവന്റെ സാറേ. എന്നിട്ട് ഞങ്ങൾ അവനെ കൊന്ന് കുഴിച്ചിട്ടു. ഞങ്ങളോ? നീ ഒറ്റക്കായിരുന്നല്ലേ പറഞ്ഞു? അല്ല സാറേ, ഒരാണിനെ ഒറ്റയ്ക്കുള്ള എന്നെ കൊണ്ട് പറ്റില്ലല്ലോ സാറേ. എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതാരാന്ന് പറയൂ? അതീ നിൽക്കുന്ന CI സാറാ. എനിക്ക് മടുത്തു സാറ്. 4 ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എപ്പോ കണ്ണടച്ചാലും എനിക്ക് അവന്റെ തുറച്ച കണ്ണ് ഓർമ്മ വരുന്നത്. എനിക്കിനി വയ്യ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കോളേജിൽ മാറ്റാൻ പറ്റുമോ സാറേ? രാത്രി 8:45 സാറല്ലേ അവരോട് കൊണ്ടുവരാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ നമ്മുടെ കാട്ടുകാരുടെ പെട്ട അയാൾ നമ്മുടെ പൂപ്പാറകളെ കൊണ്ട് കുടിച്ചിട്ടുണ്ടെന്ന്. ആ ദേവിടെ പെണ്ണൊന്ന് സ്ഥലം കാണിച്ചു കൊടുത്തോന്നെ. ഇതേ ഭയങ്കര ബഹളാ. നീ നമ്മുടെ പിള്ളേരെ കൂടി വേഗം വാ. അതേടെ കാക്കക്കാരനെ കൊന്നെന്ന്. ഞാൻ ആരെയാണ് കൊന്നേ?
സാറേ തന്നെ തല്ലില്ലടോ, തന്നെ ഞാൻ ശരിയാക്കി തരാം. ഭാഷേ എന്താ ആനത്തോപ്പിട്ട് നമ്മുടെ റിൻഡോനെ കാക്കക്കരണം തല്ലി. പെട്ടെന്ന് കേരള വണ്ടി എടുക്കടാ. എന്റെ സ്വഭാവം അറിഞ്ഞൂടെ വെക്ക്. പോലീസിന്റെ അടുത്തല്ലേ അവളുടെ പുള്ളകളി. ആനന്ദ എന്റെ കൈ പിടിച്ചേക്കുന്നത് വിടാൻ അങ്ങോട്ട്. സാറേ എനിക്ക് സാറിന്റെ അടുത്ത് വിരോധമൊന്നുമില്ല. എന്നെ നാട്ടുകാർക്കുണ്ട്. സാർ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ തല്ലാനും കൊള്ളാനും 4-3 പോലീസുകാരേ ഉള്ളൂ. സാർ അത് മനസ്സിലാക്കണം പ്ലീസ്. മാറില്ലത്തിനെ മാറിക്കണം. മാറിക്കണം. ഓ വണ്ടി എടുക്ക്. എങ്ങോട്ടാ സാറേ? ആളൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് അത് വിളിച്ചു പറഞ്ഞ പെണ്ണിനെയും ചോദിക്കാൻ വന്ന ഞങ്ങളുടെ ചെക്കിനെയും തല്ലി ദിവസം കാണിച്ച് സാർ എങ്ങോട്ടേക്ക് പോകുന്നത്? നിങ്ങൾ ദയവേത് പ്രശ്നം ഉണ്ടാക്കരുത്. മാറിയിക്കണം. രാജൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇക്കാര്യത്തിൽ മെമ്പർ പറയത്തില്ല സാറേ, കാര്യം അങ്ങനെ അറിയാം. ഞങ്ങളെ പ്രശ്നത്തിനൊന്നും വന്നതല്ല സാറേ. പക്ഷെ ഇയാളെ ഇപ്പൊ അവിടുന്ന് കൊണ്ടുപോയാ ഒരു പോട്ടി പോയിട്ടില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളും ചോറ് തന്നെ കഴിക്കുന്നത്. നിങ്ങൾ അന്വേഷണത്തിൽ തടസ്സം നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് കാണാൻ സാറേ, നിയമ നടപടികളെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം. CI ശവ ഇവിടെയല്ലേ കുടിച്ചിരിക്കുന്നത്. അപ്പൊ അന്വേഷണം ഇവിടെ ഉണ്ടാവുന്നത്. അന്വേഷിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചോളൂ. ഇല്ലോ നമ്മുടെ ആൾക്കാരുണ്ടേടാ. അനേഷ് ഹലോ സാർ. യെസ് സാർ ഞാൻ ശാന്തപാറ സ്റ്റേഷനിലെ SI പ്രശാന്ത് വർമ്മയാണ്. പറയൂ പ്രശാന്ത്. സാർ ജാനകി എന്ന പെൺകുട്ടി ഒരാളെ കൊന്നു പറഞ്ഞ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ? അതെ സാർ ആ സ്ത്രീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവരെയും കൂട്ടി മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന ആനത്തോപ്പിലെത്തി. സാർ അവർ ആ കുഴിയും കാണിച്ചു തന്നു. പക്ഷെ അവരിപ്പം പറയുന്നത് ആ കൊലപാതകത്തിൽ CA കരുണ സാറിന് പങ്കുണ്ടെന്നാണ്. വാട്ട്? CA നാട്ടുകാരെല്ലാം ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഇവരെ പറഞ്ഞ നാട്ടുകാരെല്ലാം കൂട്ടത്തോടെ വരുന്നുണ്ട് സാർ. മാത്രമല്ല മീഡിയ ഉണ്ട് സാർ. വാട്ട് ദ ഹെൽ? പ്രശാന്ത് ഹോൾഡ് ഓൺ. സാർ SP's calling. குட் மார்னிங் சார். குட் மார்னிங். வாட் இஸ் ஹேப்பனிங் இன் பூப்பாரா? நியூஸ்ல எல்லாம் காட்டுறாங்க. സാർ CI കരുണിന് കൂടി താൻ ചെയ്ത കൊലപാതകത്തിൽ പങ്കെടുന്ന സ്ത്രീ ഇപ്പൊ പറയുന്നത്. സ്പോട്ടിൽ നിന്നും SI പ്രശാന്ത് ഉണ്ട്. ഞാൻ കണക്ട് ചെയ്യാം സാർ. പ്രശാന്ത് SP സർ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. നോട്ട് അറ്റ് ഓൾ പ്രശാന്ത്. വാട്ട് ഇസ് ദ കണ്ടീഷൻ നൗ? സാർ കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്നലത്തെ ലാത്തിച്ചാറിന് ശേഷം നാട്ടുകാരെല്ലാം പോലീസിനെതിരാണ്. ആളുകൾ പെട്ടെന്ന് കാണാൻ വയലന്റ് ഹെൽപ്പിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊണ്ട് വരണം. അഡീഷണൽ ഫോഴ്സും വേണം സാർ. Okay, Prashant, listen. Hide CA away from public and don't provoke them. Got it? Sir. Raj, are you listening? Yes, sir. We need backup. Inform the forest department and RDO for digging. Immediately. ഷുവർ സർ. Prashant, we'll be there in few minutes. Okay. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പ്രതിസ്ഥാനത്തായതിനാൽ SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെത്തിയാൽ ഉടനെ തന്നെ ബോഡി കുഴിച്ചെടുത്ത് നമ്മുടെ ശാന്തന്മാരുടെ പോലീസ് അയ്യോ, ഇത് നമ്മുടെ ജാനകി. എടാ രാജീവേ, എന്താടാ? CI കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് പറയുന്നേ. ഇതിൽ കാക്ക പെടും. എന്നിട്ട് ബോഡി കിട്ടിയോടാ? തോണ്ടാൻ തുടങ്ങിയിട്ടില്ലെന്നേ. മെമ്പറൊക്കെ വന്നിട്ടുണ്ട്. കാക്കയുടെ തൊപ്പി ധരിച്ചാൽ മതി. രാജ ആ സാർ, എന്താ സാറേ? ഞാനൊക്കെ പോലീസായിരുന്നെങ്കിലേ ആ കാക്കനെ കുനിച്ചീർത്തി ഇടിച്ചാനെ കുഴി കൊണ്ടിച്ചാനെ. മനസ്സിലായ മെമ്പറെ? രാജ നമുക്ക് കുഴി വെട്ടാൻ രണ്ടുപേരെ വേണം. അതിനെന്താ സാറേ? ഇപ്പൊ തന്നെ ശരിയാക്കാം.